പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിഷേകാഗ്നി വചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് വർഷങ്ങളായി കർത്താവിൻ്റെ വലിയ കരുണയാൽ അഭിഷേകാഗ്നി ശുശ്രൂഷകൾ കർത്താവ് ശാലോം TV-യിലൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാരംഭിച്ച ബഹുമാനപ്പെട്ട വട്ടാലച്ചൻ്റെയും അതുപോലെ തന്നെ ഇന്ന് ഈ ഒരു മേഖലയിൽ ശുശ്രൂഷ ചെയ്യുന്ന ബിനോയച്ചന്, സാംസനച്ചൻ എല്ലാം വലിയൊരു കൂട്ടായ്മയിൽ നിങ്ങൾക്ക് കർത്താവിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും സൗഖ്യവും എല്ലാറ്റിനുപരിയായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പുത്തൻ അഭിഷേകങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മൾ കടന്നു വരുമ്പോൾ അവിടുത്തെ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, എല്ലാവരും അങ്ങേ അറിയാനിടയാകട്ടെ. ആഗ്രഹത്തോടും എളിമയോടും കൂടെ വലിയ വിശ്വാസത്തോടെ കുറേ സമയം കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും യേശുവിനെ അറിയാനിടയാകട്ടെ. സകല ജനപദങ്ങൾ ഉണരട്ടെ. യേശുവിനെ രക്ഷകനെ നാഥനുമായിട്ട് സ്വീകരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കൈകളടിച്ച് വലിയ വിശ്വാസത്തോടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, സകല ജനപദങ്ങളും യേശുവേ അറിഞ്ഞിടാൻ ഊഹാദൻ ശക്തിയാൽ നിറച്ചിടണമേ. സകല ജനപദങ്ങളും യേശുവേ അറിഞ്ഞിടാൻ ഊഹാദൻ ശക്തിയാൽ നിറച്ചിടണമേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണേ, അഭിഷേകത്താൽ എന്നെ ശക്തനാക്കണേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണേ, അഭിഷേകത്താൽ എന്നെ ശക്തനാക്കണേ. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു, ചേർന്ന് വിളിക്കുന്നു. അഭിഷേകത്തോടെ ൂഹായേ
റൂഹായേ റൂഹായേ റൂഹായേ. കൈകൾ ഉയർത്തി പരിശുദ്ധാത്മാവേ 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 എഴുന്നള്ളി വരണമേ പരിശുദ്ധാത്മാവേ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധാത്മാവേ. കൈകളടിച്ച് യേശുവിന്റെ സ്നേഹത്തിൽ വേരുപാകിടാൻ സ്നേഹാഗ്നി ജ്വാലയായി നിറച്ചിടേണമേ. പ്രാർത്ഥിക്കട്ടെ. യേശുവിന്റെ സ്നേഹത്തിൽ വേരുപാകിടാൻ സ്നേഹാഗ്നി ജ്വാലയായി നിറച്ചിടേണമേ. യേശുവിന്റെ വചനമെങ്ങും ഘോഷിച്ചിടാൻ ആത്മാവിൻ ശക്തിയാൽ നിറച്ചിടേണമേ. യേശുവിന്റെ വചനമെങ്ങും ഘോഷിച്ചിടാൻ ആത്മാവിൻ ശക്തിയാൽ നിറച്ചിടേണമേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണേ, അഭിഷേകത്താൽ എന്നെ ശക്തനാക്കണേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണേ, അഭിഷേകത്താൽ എന്നെ ശക്തനാക്കണേ. റൂഹായേ 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 അഭിഷേകത്തോടെ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ വരിക വരിക സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ പുതിയ വാതിലുകൾ തുറക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള വിശപ്പും ദാഹവും വർദ്ധിക്കട്ടെ. പരിശുദ്ധാത്മാവേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ നിമന ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതാൽ എഴുന്നള്ളി വരണമേ പരിശുദ്ധാത്മാവേ. അഭിഷേകം ചെയ്യണമേ. അഗ്നി പോലെ നീ എന്റെ ഉള്ളിൽ അഗ്നിയായി പടർന്നിടണമേ. വൈക്കോലിൽ കത്തിടുന്ന അഗ്നി പോലെ നീ എന്റെ ഉള്ളിൽ അഗ്നിയായി പടർന്നിടണമേ. ഉൾപ്പടർപ്പു ചാമ്പലായി തീർന്നിടുവാൻ ആത്മാവിൻ അഗ്നിയാൽ ജ്വലിച്ചിടണമേ. ഉൾപ്പടർപ്പു ചാമ്പലായി തീർന്നിടുവാൻ ആത്മാവിൻ അഗ്നിയാൽ ജ്വലിച്ചിടണമേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണേ, അഭിഷേകത്താൽ എന്നെ ശക്തനാക്കണേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണേ, അഭിഷേകത്താൽ എന്നെ ശക്തനാക്കണേ. റൂഹായേ 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 പാടുന്നു. റൂഹായേ റൂഹായേ റൂഹായേ. വിളിച്ചേ, കൈകൾ ഉയർത്തി വിളിച്ചേ. എല്ലാവരും വ്യാപരിക്കണമേ, അഭിഷേകം ചെയ്യണമേ. കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ 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 പരിശുദ്ധാത്മാവേ. അഭിഷേക രാജാവേ, കൃപയുടെ രാജാവേ, സ്നേഹത്തിന്റെ രാജാവേ, ശക്തിയുടെ രാജാവേ, എഴുന്നള്ളി വരണമേ. ശുശ്രൂഷ പങ്കെടുക്കുന്ന ഓരോ മകനെയും സ്പർശിക്കണമേ, ഓരോ മകളെയും സ്പർശിക്കണമേ, കുട്ടികളെ സ്പർശിക്കണമേ, യുവതിവാക്കുമാരെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ 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 ആരാധന. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. പരിശുദ്ധാത്മാവായ ദൈവമേ, ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്ന പരിശുദ്ധാത്മാവേ, ഓരോരുത്തരും അഭിഷേകം ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ശാന്തമായിട്ടിരുന്ന് കർത്താവിൻ്റെ വചനം നമ്മൾ ശ്രവിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എണ്ണമറ്റ അത്ഭുതങ്ങളാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ശുശ്രൂഷകളിലൂടെ, പ്രത്യേകിച്ച് അഭിഷേകാഗ്നി ശുശ്രൂഷകളിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന് ഓർത്ത് കോടാനുകൂടി നന്ദി പറയണം. നമ്മൾ എല്ലാ ശനിയാഴ്ചകളിലും അഭിഷേകാഗ്നി ശുശ്രൂഷയ്ക്ക് വേണ്ടി
മധ്യസ്ഥം വഹിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് അഭിഷേകം ചെയ്യട്ടെ, അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ലൂക്കാ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായം 53-ാമത്തെ വാക്യം. ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ 1:53. അതിനെങ്ങനെയാണ്? വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി, സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. നമുക്ക് ഈ വചനം നേറ്റു പറയാം എല്ലാവരും ചേർന്ന്. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി, സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ മാതാവിന്റെ സ്തോത്രഗീതത്തിൽ പരിശുദ്ധ അമ്മ പ്രാർത്ഥിക്കുകയാണ്, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. ഇന്ന് അഭിഷേകാഗ്നി ശുശ്രൂഷ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും കർത്താവായ യേശുവിന് വേണ്ടിയുള്ള വിശപ്പും ദാഹവും, അവിടുത്തെ പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള വിശപ്പും ദാഹവും വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ അതിനുവേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, അഭിഷേകാഗ്നി ശുശ്രൂഷ പങ്കെടുത്തപ്പോൾ ഒരു കുടുംബത്തിന് ഈശോ കൊടുത്ത വലിയൊരു അത്ഭുതം, വലിയൊരു ഇടപെടൽ, കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നമുക്ക് ഈ ഒരു സാക്ഷ്യ ശുശ്രൂഷയിൽ ഒന്ന് പങ്കെടുക്കാം. എൻ്റെ പേര് അനു, ഇതെൻ്റെ ഹസ്ബൻഡ് അലക്സ്, ഇത് ഞങ്ങളുടെ കുഞ്ഞ്. ഞങ്ങൾ പാലക്കാട് രൂപതയിലെ ഒലിപ്പാറ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇത് 7-ാമത്തെ വർഷമാണ്. 6 വർഷത്തോളമായിട്ട് ഞങ്ങൾ കുഞ്ഞില്ലായിരുന്നു. എനിക്ക് 12ാം ക്ലാസ് മുതൽ PCOD ആയിരുന്നു. ആദ്യം സ്കാൻ ചെയ്തപ്പോൾ ഒരു ഓവറിയിൽ മാത്രമേ സിസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഗുളിക കഴിക്കാൻ ആരംഭിച്ചു. 2ാമത് സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ 2 ഓവറിയിലും നിറയെ സിസ്റ്റായിരുന്നു. പിന്നീട് ഞാൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഗുളികകൾ കഴിച്ചു, ട്രീറ്റ്മെൻറ്റ് ചെയ്തു. പക്ഷേ ഒരു നിവൃത്തിയില്ല, എൻ്റെ സിസ്റ്റ് കൂടുന്നതല്ലാതെ കുറയുന്നതില്ല. കുറേ ഡോക്ടർമാരെ കണ്ടു. എല്ലാവരും പറയുന്നു കുഞ്ഞുങ്ങളുണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒത്തിരി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് 2-3 ഹോസ്പിറ്റലുകൾ മാറി ചെയ്തു. എന്നിട്ട് ഒരു മാറ്റം ഉണ്ടായില്ല. എൻ്റെ സിസ്റ്റർ ഒരു കൂടുന്നതല്ലാതെ ഒരളവിലും കുറയുന്നുണ്ടായിരുന്നില്ല. ഡോക്ടർമാരെ ആരെ കാണിച്ചാലും എത്ര ചികിത്സ ചെയ്താലും ഇത് കുറയുന്നില്ല, കൂടുക മാത്രം. 2 ഓവറിയിൽ സ്കാൻ ചെയ്യുന്തോറും സിസ്റ്റുകളുടെ എണ്ണം കൂടി വന്നുകൊണ്ടിരിക്കുന്നതല്ലാതെ ഡോക്ടർമാരെ കാണിച്ചു, പിന്നെ കൂടി വരിക, വിഷമത്തിൻ്റെ മേലെ വിഷമം. ഞങ്ങൾ എല്ലാവരും ഞങ്ങളോട് കുഞ്ഞുങ്ങളില്ലേ എന്ന് ചോദിക്കാൻ തുടങ്ങി. മാനസികമായ വിഷമമായി. ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ വന്നപ്പോൾ ഞാൻ അഭിഷേകാഗ്നി കൂടുകയും പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. ഞാൻ വിചാരിച്ചു ഇനി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നില്ല എന്ന്. കാരണം എന്നോട് ലാസ്റ്റ് കണ്ട ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് മുമ്പിൽ 2 ഓപ്ഷൻസേ ഉള്ളൂ, ഒന്നെങ്കിൽ IVF ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാം. ഞങ്ങൾ പറഞ്ഞു IVF ഞങ്ങൾ എന്തായാലും ചെയ്യുന്നില്ല, അഡോപ്റ്റ് ചെയ്യാം എന്നുള്ള തീരുമാനത്തിൽ ഞാൻ എൻ്റെ മനസ്സിൽ തീരുമാനിച്ചു. എങ്കിലും ഞാൻ വിചാരിച്ചു എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു, ഇനിയിപ്പോൾ അഡോപ്റ്റ് ചെയ്യാം, വേറെ വഴിയില്ല. IVF എന്ന് പറഞ്ഞാൽ നമ്മുടെ സഭ അംഗീകരിക്കുന്നില്ല, ദൈവവചനത്തിനെതിരായ ഒരു പ്രവൃത്തി ആയതുകൊണ്ട് IVF വേണ്ട, അത് കത്തോലിക്ക കുടുംബങ്ങൾ അനുവദിച്ചിട്ടില്ല. നിങ്ങൾ ആരും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, അത് വേണ്ട. ഇവരും അതുപോലെ അതെന്തായാലും വേണ്ട, കുട്ടികളിലേക്ക് ഇല്ലെന്നുള്ളൂ, IVF വേണ്ട എന്ന് തീരുമാനിച്ചു. പിന്നെ ഉള്ളത് ആകെ ഇനിയുള്ളത് അഡോപ്ഷൻ മാത്രമേ ഉള്ളെന്ന് പറഞ്ഞ് അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം മാർച്ചിൽ ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് ഞാൻ അഭിഷേകാഗ്നി എൻ്റെ മമ്മിയുടെ കൂടെ കൂടി. മമ്മി 6 വർഷമായിട്ട് അഭിഷേകാഗ്നി മുടങ്ങാതെ കൂടുന്ന ഒരു വ്യക്തിയാണ്. ഞാനും അതെ, ഹസ്ബൻഡും അതെ. അപ്പം ഞാൻ തീരുമാനിച്ചു, ഇത്രയും നാൾ ഞാൻ അഭിഷേകാഗ്നി കൂടിയിട്ട് ഒരു കുഞ്ഞുണ്ടാവണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചില്ല. ഞാൻ ട്രീറ്റ്മെൻറ്റിൻ്റെ പുറകെ പോയി. ഇത് ലാസ്റ്റ് ശ്രമമായിട്ട് ഞാൻ വിചാരിച്ചു, ഞാൻ എന്തായാലും ദൈവത്തോട് ചോദിക്കാം, ദൈവം തന്നില്ലെങ്കിൽ. ഞാൻ ഇത്രയും ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യും, ഇനി ഞാൻ ദൈവത്തോട് ചോദിക്കും, ദൈവം ഒരു മിറക്കിൾ ചെയ്യണം, അതിനോട് ദൈവത്തോട് ചോദിക്കാമെന്ന് തീരുമാനിച്ച് ഞാൻ അഭിഷേകാഗ്നി കൂടി. ദിവ്യകാരുണ്യത്തിൻ്റെ സമയത്ത് എൻ്റെ മനസ്സിൽ തനിയെ തോന്നി, അതിൽ തൊട്ട് നീ പ്രാർത്ഥിക്ക്, നിനക്ക് കുഞ്ഞിനെ ലഭിക്കുമെന്ന് എൻ്റെ മനസ്സിൽ തോന്നി. ഞാൻ ദിവ്യകാരുണ്യത്തെ തൊട്ട് എൻ്റെ വയറിൽ വെച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ UK തിരിച്ചു പോയി. 1 മാസത്തിന് ശേഷം ഞാൻ ഏപ്രിലല്ല മെയ്യിൽ ഞാൻ പെന്തക്കോസ്തായുടെ പിറ്റേ ദിവസം ഞാൻ ഞായറാഴ്ച കുർബാന കണ്ടതിന് ശേഷം വന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ പോസിറ്റീവായിരുന്നു. കർത്താവിൻ്റെ ഒരു അത്ഭുതം. ഇപ്പോഴും എന്നോട് എല്ലാവരും ചോദിക്കും, ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടാണോ കുഞ്ഞുണ്ടായതെന്ന്. ഞാൻ പറയാം, അല്ല, അഭിഷേകാഗ്നിയാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റ്, അത് കണ്ടിട്ടാണ് എനിക്ക് കുഞ്ഞുണ്ടായത്. ഹല്ലേലൂയ. കർത്താവാണ് എൻ്റെ അത്ഭുതം. ഹല്ലേലൂയ. മുഷ്കന്മാർക്ക് ഇപ്പോഴും അംഗീകരിക്കാൻ പറ്റില്ല. ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടായിരിക്കുമല്ലേ ദൈവം പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കാനും അംഗീകരിക്കാനും പറ്റില്ല. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി കരുതുന്ന ജനതയുണ്ട്. എന്നാൽ ഇവരതിന് നടുവി പറഞ്ഞില്ല. യേശു ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ കിട്ടിയതെന്ന് എല്ലാവരോടും നിങ്ങൾ പറയുന്നു അല്ലേ? അത് ഇനിയും പറയണം. അത് പറയാൻ വേണ്ടി തന്നെ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി ഇവർ ഇതാ ഈ അട്ടപ്പാടി സഖ്യവൻ ധ്യാനകത്തിൽ ഞങ്ങൾ UK ടിക്കറ്റ് എടുത്തത് ഇന്നിവിടെ വന്ന് അച്ഛൻ്റെ മുമ്പിൽ വെച്ച് സാക്ഷ്യം പറയാൻ വേണ്ടി. ആദ്യ വെള്ളിയാഴ്ച വന്ന് സാക്ഷ്യം പറഞ്ഞു. അതിനനുസരിച്ച് നോക്കിയേ,
നിന്നെ കർത്താവ് ഇനി അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദിമ സഭയിൽ ദൈവജനം ഒരുമിച്ച് കൂടിയപ്പോൾ അവര് പ്രാർത്ഥിച്ച ഒരു കാര്യം അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 4:30. വചനം എങ്ങനെയാണ്? അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സാക്ഷ്യത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്, ഈ കുടുംബം അഭിഷേകാഗ്നി ശുശ്രൂഷ കണ്ട് വലിയ വിശ്വാസത്തോടുകൂടി ദൈവത്തിൽ പൂർണ്ണമായിട്ട് ശരണം വെച്ച് അവർ പ്രാർത്ഥിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വലിയൊരു അത്ഭുതം ഈ കുടുംബത്തിൽ കർത്താവ് ചെയ്യുകയാണ്. ഇങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാവുകയാണ് അവിടെ. അതാണ് നമ്മൾ 31-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനം 4:31. അവർ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ സംഭവിച്ച കാര്യം എന്താ? പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. വചനം നേറ്റു പറഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വലിയ കരുണയാൽ ഈ അഭിഷേകാഗ്നി ശുശ്രൂഷയിലൂടെ ഒരുപാട് ആളുകളുടെ വിശ്വാസം വർദ്ധിക്കുകയാണ്. ഒരുപാട് ആളുകൾക്ക് കർത്താവ് യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നവനാണെന്നും അവിടുത്തെ പരിശുദ്ധാത്മാവ് സഭയിൽ അതിശക്തമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള ബോധ്യം വർദ്ധിച്ചു വരികയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഈ പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള നമ്മുടെ ദാഹവും നമ്മുടെ ആഗ്രഹവും വർദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള നമ്മുടെ ആഗ്രഹവും ദാഹവും വർദ്ധിക്കണം. വെളിപാടിന്റെ പുസ്തകം അവസാനിക്കുന്ന അധ്യായം 22-ാമത്തെ അധ്യായമാണ്. അതിൻ്റെ 17-ാമത്തെ വാക്യം വളരെ വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്. തുടർന്ന് 18 മുതലുള്ള വാക്യങ്ങളിൽ ഈ വെളിപാടിൻ്റെ പുസ്തകം ഉപസംഹാരമാണ്. അപ്പോൾ ഇത് ഉപസംഹരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടാണ് വെളിപാടിൻ്റെ പുസ്തകം സമാപിക്കുന്നത്. വചനം എങ്ങനെയാണ്? ആത്മാവും മണവാട്ടിയും പറയുന്നു, വരിക. കേൾക്കുന്നവൻ പറയട്ടെ, വരിക. ദാഹിക്കുന്നവൻ വരട്ടെ. ആഗ്രഹമുള്ളവൻ ജീവന്റെ ജലം സൗജന്യമായി സ്വീകരിക്കട്ടെ. ഹല്ലേലൂയ. പല പ്രാവശ്യം വചനം പറയാണ്. ആത്മാവും മണവാട്ടി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവും സഭയും, ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ദ ചർച്ച്. പറയണ കാര്യം എന്താ? വരിക. കേൾക്കുന്നവൻ പറയട്ടെ, വരിക. എവിടേക്കാണ് വരേണ്ടത്? ജീവജലത്തിൻ്റെ അരുവിയിലേക്ക്. വരുമ്പോൾ എന്തുണ്ടാകണം? ദാഹം ഉണ്ടാകണം. ദാഹം ഉണ്ടാകുമ്പോൾ സൗജന്യമായിട്ട് പാനം ചെയ്യാനായിട്ട് സാധിക്കും. സന്തോഷത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഇപ്പൊ ബൈബിളിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കാര്യങ്ങൾക്ക് വേണ്ടി, സ്വർഗീയ കാര്യങ്ങൾക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി, അവിടുത്തെ പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ദാഹം, അതിനു വേണ്ടിയുള്ള ഒരു കൊതി, അത് നമ്മളിൽ ഇങ്ങനെ വർദ്ധിക്കണം. അതിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ചോദിക്കണം. ഹല്ലേലൂയ. അതാണ് സമറിയാക്കാരി സ്ത്രീയുമായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സംഭാഷണം നടത്തുമ്പോൾ അവളോട് ഈശോ പറയണ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈശോ അവളോട് പറയുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരുക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. ഈശോ പറയാണ്, നീ അവനോട് ചോദിക്കണം. നീ അവനോട് ചോദിക്കുമ്പോൾ അവൻ നിനക്ക് ജീവജലം തരും. ചോദിക്കുക, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പഠിപ്പിക്കുന്നത്, ഒരു ക്രിസ്ത്യാനിക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ലളിതവും ഏറ്റവും ശക്തവുമായ പ്രാർത്ഥനയാണ് പരിശുദ്ധാത്മാവേ വരിക എന്നുള്ള പ്രാർത്ഥന. കം ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ വരിക. ഇത് ഒരു പെട്ടെന്ന് പറഞ്ഞ് നിർത്തുകയല്ല, കൂടെ കൂടെ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ് നമുക്ക് ശക്തിയും ബലവും കിട്ടുന്നത്. പറഞ്ഞ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള വിശപ്പും ദാഹവും. വെളിപാടിന്റെ പുസ്തകം അതിന്റെ 21-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. വെളിപാടിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പിന്നെ അവൻ എന്നോട് പറഞ്ഞു, സംഭവിച്ചു കഴിഞ്ഞു, ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്തവും. ദാഹിക്കുന്നവന് ജീവജലത്തിന്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും. ഹല്ലേലൂയ. ആദിയും അന്തവുമായ ദ ബിഗിനിങ് ആൻഡ് ദി എൻഡ്, ആൽഫയും ഒമേഗയുമായ നമ്മുടെ കർത്താവായ യേശു പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്: ദാഹിക്കണം.
പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കണം, ദൈവത്തിന് വേണ്ടി ദാഹിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം അത് വർദ്ധിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. അതുകൊണ്ടാണ് വിശുദ്ധനായ അഗസ്തീനോസ് പുണ്യാളൻ അദ്ദേഹം ഇങ്ങനെ പറയും. അങ്ങനെ അദ്ദേഹം പറയുന്ന കാര്യം ഇങ്ങനെയാണ്. ഇന്ന് വായിച്ച് കേൾപ്പിക്കുക. ഇംഗ്ലീഷിൽ ആദ്യം വായിക്കാം, പിന്നെ അതിൻ്റെ അർത്ഥം പറയാം. ശ്രദ്ധിച്ച് കേൾക്കാം. വി നീഡ് നോട്ട് പ്രേ ഫോർ വാട്ട് വി നീഡ് ബിക്കോസ് God already knows what we need before we even ask. Instead, we ought to pray to increase our desire for God. അഗസ്തീനോസ് പുണ്യാളൻ പറയണത്, നമുക്ക് ആവശ്യമുള്ള കാര്യമെല്ലാം ദൈവത്തിന് അറിയാം, പിതാവിന് അറിയാം. അപ്പം നമ്മൾ ആ കാര്യം അധികം ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? ദൈവത്തിന് വേണ്ടിയുള്ള ആഗ്രഹം നമ്മളിൽ വർദ്ധിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ലോർഡ് ജീസസ് ഇൻക്രീസ് ഇൻ മീ ദ ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് ഫോർ യു. ദൈവമേ, യേശുവേ, നിനക്ക് വേണ്ടിയുള്ള ദാഹവും വിശപ്പും എന്നിൽ വർദ്ധിപ്പിക്കണമേ. പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവർ, നമ്മുടെ ഈശോയ്ക്ക് എല്ലാം ഈശോയ്ക്ക് അറിയാം. മത്തായി സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഈശോ തന്നെ പറയുന്നുണ്ടത്, നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. പിതാവിനെല്ലാം അറിയാം. അപ്പോൾ നമ്മൾ ഈ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുക, പരിശുദ്ധാത്മാവിനെ കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുക. ഞാൻ ഓർക്കുകയാണ്, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സഹശുശ്രൂഷകനായ വൈദികനുമായിട്ട് ഞങ്ങൾ കുറച്ച് സമയം ഇരുന്ന് പ്രാർത്ഥിച്ച് ആത്മീയ കാര്യങ്ങൾ പങ്കുവെച്ചപ്പോൾ അച്ഛൻ ഒരു കാര്യത്തിനോട് പറഞ്ഞ് എന്നെ ഭയങ്കരമായിട്ട് സ്പർശിച്ചു. അച്ഛൻ പറയുകയാണ്, അച്ഛനെ ഒരു പുതിയൊരു ശുശ്രൂഷാ കേന്ദ്രം ആരംഭിച്ചു. അങ്ങനെ ഒത്തിരി പ്രാർത്ഥിച്ചു. പ്രത്യേകിച്ച് അവിടെയുള്ള ബാക്കി സെറ്റപ്പൊക്കെ നടത്താൻ പ്രത്യേകിച്ച് സ്ഥലം വേണം, കെട്ടിടം വെക്കണം, വാഹനം വേണം, ശുശ്രൂഷകർ വേണം. ഇന്നെല്ലാം അച്ഛൻ ചോദിച്ചു. എല്ലാം അച്ഛന് ഈശോ വാരിക്കോരി കൊടുത്തു. എന്നിട്ട് അച്ഛൻ പറയുകയാണ്, കുറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ അച്ഛൻ പറയുകയാണ്, പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച സമയം കുറവാണ്. ബാക്കിയുള്ള ബാഹ്യമായ കാര്യങ്ങൾക്കെല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, എല്ലാം ദൈവം തന്നെങ്കിലും എൻ്റെ ദൈവത്തിന് വേണ്ടിയുള്ള വിശപ്പും ദാഹവും എന്നിൽ ഒരുപാട് വർദ്ധിച്ചില്ല. എൻ്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ അധികം സമയം സ്പെൻഡ് ചെയ്തില്ല. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ കൂടുതൽ സമയം പരിശുദ്ധാത്മാവിന് വേണ്ടി അല്ലേ പ്രാർത്ഥിക്കേണ്ടിയിരുന്നത്. ലൂക്കാ സുവിശേഷം 11:13 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞല്ലോ, മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ഹൗ മച്ച് മോർ വിൽ ദ ഹെവൻലി ഫാദർ ഗിവ് ഹിസ് ഹോളി സ്പിരിറ്റ് ടു ദോസ് ഹു ആസ്ക് ഹിം. ചോദിക്കുമ്പോഴാണ് ഈ പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത്. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ആഗ്രഹവും ദാഹവും പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരിലും വർദ്ധിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവിടുന്ന് കൂടാരത്തിരുന്നാളിൻ്റെ ആ സമാപന വേളയിൽ വളരെ പ്രധാനപ്പെട്ട ദിവസം എഴുന്നേറ്റ് എന്ന് ശക്തമായ ഭാഷയിൽ പറഞ്ഞൊരു കാര്യം യോഹന്നാന്റെ സുവിശേഷം 7:37 ഈശോ എഴുന്നേറ്റ് എന്ന് ശക്തമായ ഭാഷ പറയുകയാണ്. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ദാഹിക്കുന്നവർക്കാണ് ഈശോ നൽകുന്നത്. അതാണ് യേശയ്യ 55:1. യേശയ്യ 55:1 പറയുന്നത്, ദാഹാർത്തരേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ദാഹാർത്തരേ, ജലാശയത്തിലേക്ക് വരുവിൻ, നിർധനൻ വന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ, വീഞ്ഞും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളുക. ദാഹാർത്തരേ എന്ന് വിളിക്കുകയാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരും അങ്ങനെ വിളിക്കട്ടെ. ദാഹാർത്തരേ, നിങ്ങൾ കർത്താവിന് മുമ്പ് ഇരുന്ന് വചനം കേൾക്കുകയാണ്. ഒരു ദാഹം നമുക്കുണ്ട് വചനത്തിന് വേണ്ടി. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മൾ കൂടുതൽ പ്രാധാന്യത്തോടു കൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കിട്ടാൻ വേണ്ടി, ആത്മാവിൻ്റെ അഭിഷേകം ജ്വലിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. പറഞ്ഞേ ഹല്ലേലൂയാ. പത്രോസിന് 1-ാം ലേഖനം 2:2 വിശുദ്ധ പത്രോസ്ലീഹായും ഈ കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ പോലെ നമ്മൾ ആഗ്രഹിക്കണം, ഇളം പൈതങ്ങളെ പോലെ പാലിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. അതിനെയാണ് രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് നിങ്ങൾ പരിശുദ്ധവും ആത്മീയവുമായ പാലിന് വേണ്ടി ഇളം പൈതങ്ങളെ പോലെ ദാഹിക്കുവിൻ. ഹല്ലേലൂയാ. പലതരത്തിൽ വചനം ഏറ്റു പറഞ്ഞ് രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് നിങ്ങൾ പരിശുദ്ധവും ആത്മീയവുമായ പാലിന് വേണ്ടി ഇളം പൈതങ്ങളെ പോലെ ദാഹിക്കുവിൻ. ദാഹമാണ്, ദാഹം കൂടണം. അതാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത്. നമ്മൾ നേരത്തെ വായിച്ചു ലൂക്കാ സുവിശേഷം 1:53 പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തിൽ അമ്മ പറയുന്ന കാര്യം ഇതാണ്, അവിടെ വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി.
സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടിയുള്ള വിശപ്പും ദാഹവും ഉണ്ടെങ്കിൽ നമുക്ക് ധാരാളം ദൈവിക കാര്യങ്ങൾ കൊണ്ട് ദൈവം നമ്മുടെ ആത്മാവിനെ നിറയ്ക്കും. എനിക്ക് ഇത്രയൊക്കെ മതി, ഇതൊക്കെ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും കൈയോടെ പറഞ്ഞയക്കും. വിശപ്പും ദാഹവും ഉണ്ടായിരിക്കണം. പറഞ്ഞ സന്തോഷത്തോടെ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈ വിശപ്പും ദാഹവും വർദ്ധിക്കാൻ തന്നെയാണ് സെന്റ് പോൾ നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ വിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർ 1 ലേഖനം 14 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 1 Corinthians chapter 14 verse 1 അവിടെ പറയാണ്, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. കണ്ടോ, അതിന് യാതൊരു സംശയമില്ല. നമ്മുടെ ലക്ഷ്യം സ്നേഹമാണ്. പക്ഷേ സ്നേഹം മാത്രം ഉണ്ടെങ്കിൽ സഭയെ ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കണമെന്നില്ല. എന്തൊക്കെ വേണം? ആത്മീയ ദാനങ്ങൾക്കായി, പ്രത്യേകിച്ച് പ്രവചനവരത്തിനായി തീക്ഷ്ണതയോടെ ആഗ്രഹിക്കുവിൻ. അപ്പോൾ പൗലോസ് പറയാണ്, തീക്ഷ്ണതയോടെ ആഗ്രഹം എന്തിനു വേണ്ടിയിട്ടാണ്? പ്രവചനവരത്തിന് വേണ്ടി. അത് നമുക്ക് ഉണ്ടാകണം എന്ന് പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ്. പറഞ്ഞ ഹല്ലേലൂയ, തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കണം. എനിക്കിത് പോരെ, എനിക്ക് കൂടുതൽ പ്രവചനവരം വേണം, എനിക്ക് കൂടുതൽ പരിശുദ്ധാത്മാന്റെ ദാനങ്ങൾ വേണം, പരിശുദ്ധാത്മാന്റെ വരങ്ങൾ വേണം, ദാഹിക്കണം. ഏർണസ്റ്റ്ലി ഡിസയർ ഫോർ ദ സ്പിരിച്വൽ ഗിഫ്റ്റ്സ്, എസ്പെഷ്യലി ഫോർ ദ ഗിഫ്റ്റ് ഓഫ് പ്രൊഫസി. വീണ്ടും ആ 1 Corinthians 14:39 ഒരു വചനമുണ്ട്. അപ്പോൾ പരിശുദ്ധമായ വചനം എങ്ങനെയാണ്? വചനം ഒന്ന് ശ്രദ്ധിച്ച് കേട്ടെ. ആകയാൽ എൻ്റെ സഹോദരരെ, പ്രവചനവരത്തിനായി തീവ്രമായി അഭിലഷിക്കുവിൻ. ആ വാക്ക് ശ്രദ്ധിച്ചോണം. തീവ്രമായി അഭിലഷിക്കണം. തീവ്രമായ അഭിലാഷം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഓരോരുത്തരുടെ ആത്മാവിൻ്റെ ഉള്ളിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് പ്രവചനവരത്തിന് വേണ്ടി അഭിലാഷം, സാധാരണ അഭിലാഷമല്ല, തീവ്രമായ അഭിലാഷം ഉണ്ടായിരിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ഈ ഒരു ദാഹവും ഈ ഒരു ആഗ്രഹവും നമ്മളിൽ വർദ്ധിച്ച് നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ച് ചോദിക്കണം. നിരന്തരമായി നമ്മൾ ചോദിച്ചൊരു നിരന്തര പെന്തക്കോസ്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് സ്വർഗം ആഗ്രഹിക്കുകയാണ്. പറഞ്ഞ സന്തോഷത്തോടെ ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഈ ഒരു നിയോഗത്തിന് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, അങ്ങയോടുള്ള ദാഹവും വിശപ്പിനിൽ വർദ്ധിപ്പിക്കണമേ. അത് നമ്മൾ ഈശോയോട് തന്നെ പറയണം. ഈശോയെ, അങ്ങയോടുള്ള, അങ്ങയുടെ പരിശുദ്ധാത്മാവിനോടുള്ള ഒരു ദാഹവും അതിനുള്ള വിശപ്പും അങ്ങ് തന്നെ എന്നിൽ വർദ്ധിപ്പിക്കണമെന്ന് അത് ഈശോയോട് പറയുമ്പോൾ ഈശോ തരും. പറഞ്ഞ ഹല്ലേലൂയ. നമ്മൾ തുടർന്ന് ദിവ്യകാരുണ്യം ഈശോനെ എഴുന്നള്ളിച്ച് വെക്കുമ്പോൾ ഈ ഒരു കാര്യത്തിനോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. അപ്പോൾ ബാക്കിയെല്ലാം ഈശോ കൂട്ടിച്ചേർക്കും. മത്തായി 6:33 നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കണം, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഹല്ലേലൂയ. ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന വലിയ കൃപയുടെ സമയമാണല്ലോ ഇത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിന് വേണ്ടിയുള്ള വലിയ ദാഹം, വിശപ്പ് നമ്മളിൽ വർദ്ധിക്കണം. ദാഹാർത്തരേ വരുവിൻ എന്നാണല്ലോ വചനം ഓർപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ, അങ്ങേക്ക് വേണ്ടി ദാഹിക്കാൻ തക്കതരത്തിൽ എൻ്റെ ആത്മാവിലേക്ക് വലിയൊരാഗ്രഹം അങ്ങ് നിക്ഷേപിക്കണമേ. കർത്താവെ, വിശുദ്ധ അഗസ്തീനോസിനോട് ചേർന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. ലോർഡ് ജീസസ്, ഇൻക്രീസ് ഇൻ us the hunger and thirst for you. നിനക്ക് വേണ്ടിയുള്ള വിശപ്പും ദാഹവും കർത്താവെ എന്നിൽ വർദ്ധിപ്പിക്കണമേ. 2 കരങ്ങളും ഉയർത്തി വലിയ കൃപ നമ്മുടെ മേലേക്ക് നിറയട്ടെ, വലിയ അഭിഷേകം നമ്മുടെ മേലേക്ക് നിറയട്ടെ, വലിയ അത്ഭുതകരമായ ദൈവസാന്നിധ്യം നിറയട്ടെ, രോഗികൾക്ക് അത്ഭുത സൗഖ്യം ഉണ്ടാകട്ടെ. കർത്താവേ, മനക്ലേശത്തിൽ കഴിയുന്ന മക്കൾക്ക് പരിശുദ്ധാത്മാൻ്റെ അഭിഷേകം ഉണ്ടാകട്ടെ. തകർന്ന കുടുംബങ്ങളുടെ മേൽ പരിശുദ്ധാത്മാൻ്റെ സാന്നിധ്യം നിറഞ്ഞ് വലിയ സമാധാനം ലഭിക്കട്ടെ. മക്കളില്ലാത്ത ദമ്പതികളുടെ മേൽ അത്ഭുതകരമായ ദൈവശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. കർത്താവെ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അംഗത്തിന് 2 കരങ്ങൾ നീട്ടണമേ. 2 കരങ്ങളും കർത്താവിന്റെ പക്കലേക്ക് ഉയർത്തി വലിയ വിശ്വാസത്തോടെ വിളിക്കുന്ന യേശുവേ, കൃപ